നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് മറ്റൊരു സംസ്ഥാനത്ത് കൂടി വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അശോക് ഗെഹ്ലോട്ടിനോട് അടുപ്പമുള്ള മുൻ രാജസ്ഥാൻ മന്ത്രിമാരായ ലാൽചന്ദ് ഖട്ടാരിയെയും രാജേന്ദർ സിംഗ് യാദവും ഉൾപ്പെടെയുള്ളവർ നാളെ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. റിപ്പബ്ലിക് ടി.വി ആണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവരം നൽകിയിരിക്കുന്നത്. ഗെഹ്ലോട്ടിന്റെ മറ്റ് പ്രധാന സഹായികളായ റിജ്പാൽ മിർദ, വിജയ്പാൽ, അലോക് ബെനിവാൾ എന്നിവരും കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ നേതാക്കളുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന് ഏറെ പേര് കേട്ട ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ എന്ന് നമുക്കറിയാം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിലേറിയതോടുകൂടി അശോക് ഗെഹ്ലോട്ട് എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയ പരിക്കേറ്റിട്ടുണ്ട്. അവിടെ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള അധികാര വടംവലിക്കിടയിലാണ് ഈ അശോക് ഗെഹ്ലോട്ടിനോട് ഏറ്റവും അടുപ്പമുള്ള നേതാക്കൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ കൂടെയുള്ള കൂട്ടാളികൾ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ അശോക് ഗെഹ്ലോട്ട് പോലും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകളുടെ മുന്നൊരുക്കമാണ് എന്നുകൂടി ഇവർ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജസ്ഥാനിൽ നിന്നുകൂടി ഒരു പ്രധാനപ്പെട്ട തിരിച്ചടി കോൺഗ്രസ് നേരിട്ടേക്കുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും അശോക് ഗെഹ്ലോട്ടിന്റെ ഏറ്റവും അടുപ്പക്കാർ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഇനി അശോക് ഗെഹ്ലോട്ട് എന്ന് ബി.ജെ.പിയിലേക്ക് എന്ന ചോദ്യം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.